ആ പറ റോസ്മേരി. എടി കഴിഞ്ഞ ആഴ്ച ഇട്ടെന്ന പൈസ നീ പലിശക്കാരന് കൊടുത്തില്ലയോ? ആ കറണ്ട് ചാർജ് അമ്മച്ചി അടച്ചോളാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അമ്മച്ചി അടച്ചോളും. എൻ്റെ റോസ്മേരി നീ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ എൻ്റെ ഇവിടെ നോട്ടടിക്കുന്ന വിഷയമാണ്. എത്ര ദിവസമായി പണിക്കിറങ്ങിയെന്നറിയോ? കഴിഞ്ഞ ലാസ്റ്റ് പോയ പൈസ കറക്റ്റായിട്ട് ഏൽപ്പിച്ചല്ലോ. ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം ഞാൻ ഇവിടുത്തെ മാലാകടയിൽ കൊടുക്കാം. അങ്ങനെ ചേട്ടത്തി എനിക്ക് പണിയില്ല, നാളെ പൂതനെ വിളിച്ചൊന്ന് പറ, കൊടുക്കാം. ഒന്ന് പറ, അവളൊന്ന് വിശ്വസിക്കാം. റോസമ്മോ, അല്ല റോസമ്മ, അവൻ പറഞ്ഞത് ശരിയാണ്. അവന് പണിയുണ്ട്, എല്ലാ ദിവസവും ഇവിടുന്ന് പോകും. പണി കിട്ടാത്തോണ്ടാ പാവം. ആ ഇല്ല, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ കിട്ടുന്ന പൈസയെ ഞാൻ മേടിച്ച് വെച്ചോളാം. എന്നിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ആ ഇല്ല മറക്കൂല. ആ കഴിച്ചായിരുന്നോ? ഓ ശരി കൊടുക്കണോ? ആ ശരി. ക്ലീറ്റോൻ്റെ കയ്യിൽ നിന്ന് കറണ്ട് ബില്ല് അടയ്ക്കാനാണെന്നും പറഞ്ഞ് നീ മേടിച്ച പൈസ എന്ത് ചെയ്ത്? അത് അല്ലറ ചില്ലറ ആവശ്യം വന്നപ്പോൾ ഒന്ന് മറിക്കേണ്ടി വന്നു. കൊള്ളത്തരം കാണിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റൊണാൾഡോ നിന്നോട്. എൻ്റെ തങ്ക ചേട്ടത്തി കറണ്ട് ബില്ല് റോസ്മേരി അടച്ചോളും. കാര്യം നമുക്ക് ഫാനില്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ കടം മേടിച്ചിട്ട് അവിടെ തുടങ്ങി. അതിനകത്ത് അതിൻ്റെ കേസ് വിട്ടേര്. ക്ലീറ്റോ പറയണത് ശരിയാ. നിന്നെ ഞാനാ വഷളാക്കണേന്നാ ക്ലീറ്റോ എപ്പോഴും പറയുന്നത്. എന്ന് പറയുന്ന ഒരു ഹരിശ്ചന്ദ്രൻ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പാർട്ടി കണക്ക് എഴുതുമ്പോൾ ഞാൻ കണ്ടോണ്ടിരിക്കുക. കൊടിക്കമ്പിൻ്റെ പേര് 10,000 രൂപ എഴുതി വെച്ചു. എന്നിട്ട് കാട്ടിൽ കയറി കൊന്നക്കമ്പ് ഇട്ടിട്ട് അതിൻ്റെ അറ്റത്ത് കൊടി കെട്ടി. ഞാൻ ചോദിച്ചപ്പോൾ എന്നെ ചീത്ത വിളിച്ചു. അങ്ങനെ ആ പാമ്പിടിച്ച ചെയ്യണ്ടെങ്കിൽ നിനക്കും കൂടിയൊക്കെ വേണ്ടിയിട്ടാ. പിന്നെ കാര്യം ക്ലീറ്റോന്റെ പുറത്ത് കയറിയിട്ടുള്ളതൊന്നും വേണ്ട കേട്ടാ. അത് ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കോ. അതെ. നമ്മുടെ വീട്ടിലല്ലേ സംസാരിക്കണത്, അതിന് നാട്ടുകാർക്ക് എന്താ കുഴപ്പം? നമ്മളെ വീട്ടിനകത്തുള്ളവരോടെ സംസാരിക്കുന്നത്. അപ്പൊ അകത്തുള്ളവർ കേട്ടാ പോരെ? നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കും. നാട്ടുകാർ ചെയ്വത്തി പിടിച്ചോളും. ആ നീ അവിടെ താഴെ കുറച്ച് പയറ് കൊണ്ടുപോയി നട്ടിരുന്നല്ലോ നമ്മള്. ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പറഞ്ഞിരുന്നല്ലോ. നീ അങ്ങോട്ട് ഇറങ്ങി പോയായിരുന്നു? എന്ന്? ഇന്നലെ വെള്ളം ഒഴിച്ച് ഞാൻ വെള്ളം ഒഴിച്ച കനക, ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് അടുക്കളയിലെ പണിയും കൂടി ചെയ്തത്. നീ ഒന്നും പറയണ്ട. അതല്ല, അവിടെ ആ ഏരിയ മൊത്തം ആ വെള്ളം കണ്ട ദിവസങ്ങളായത്. ഞാൻ പ്രത്യേകം പറഞ്ഞാണ് തളർത്ത് വരുന്ന സമയമാണ്, ശ്രദ്ധിക്കണമെന്ന്. എടാ ഇവനോട് ചോദിച്ചു നോക്കിക്കോ. ഞാൻ വെള്ളം ഒഴിക്കണത് ഇവൻ കണ്ടതാ. ചോദിച്ചു നോക്ക്. കണ്ടു വെള്ളം ഒഴിച്ചു. താഴെത്തൊടി കണ്ടു, ബക്കറ്റിൽ കൊണ്ടുപോയി. നീ അങ്ങനെ നുണ പറയണ പോലെ ഒന്നും പറയണ്ട. കണ്ടു ഉള്ളതാ, വെള്ളം ഒഴിച്ചു. ഒഴിച്ചാലും ശരി, ഒഴിച്ചില്ല ശരി, ഞാൻ എന്തായാലും ഒഴിച്ചിട്ടുണ്ട്. നീ വൈകുന്നേരം ഒന്നുകൂടെ ഇറങ്ങി നോക്കണം. അത് തളർത്ത് വരെയാണ്, ശ്രദ്ധിച്ചോളാം കേട്ടാ. നിങ്ങൾ ആ പറമ്പ് ഇറങ്ങിട്ട് എത്ര ദിവസമായി പെണ്ണുങ്ങളെ? പറയടാ, എന്നെ പച്ചക്ക് തിന്നും. തിന്നട്ടെ, തിന്നണമല്ലോ. ചിരുമെന്താ പറഞ്ഞേ? നിങ്ങളാണ് എന്നെ വഷളാക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞാനത് നശിച്ചു പോകുന്നു. തിരിച്ചങ്ങോട്ട് പറഞ്ഞാല് പറയട്ടെ, ഞാനില്ലായിരുന്ന കാഹനായിരുന്നു നമ്മൾ എപ്പം നാണം കെട്ടാൻ ഞങ്ങളുടെ മുമ്പിൽ. വേണമെങ്കിൽ തിന്നിട്ട് ഓടർക്കാം. മയത്തിലൊക്കെ ചോദിച്ചു. ഇങ്ങോട്ട് വന്നേ, കൈ ഒന്ന് കാണിച്ചേ. ഒരു സിഗരറ്റിന്റെ മണം വരുന്നില്ലേ? ഏട്ടനല്ല, വരുന്നുണ്ട്, നല്ല പോലെ വരുന്നുണ്ട്. അപ്പുറത്തെ മുറിയിലാണെന്ന് തോന്നുന്നു. ഏട്ടനല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, മണം വരുന്നുണ്ട് നല്ല പോലെ. വേറെ ആണുങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇല്ല, ഞാനൊന്ന് പുറത്ത് ഫ്രണ്ടിന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. എവിടെടാ? ഇവിടുത്തെ നീ അടുത്തായിട്ട് തന്നെ. ഈ പോകുന്നേ കൊള്ളാം. അവിടെ അധികം ഒന്ന് കറങ്ങുന്ന ചെയ്ത് വേഗം വരണം. ആ ഉച്ചയ്ക്ക് മുന്നേ തന്നെ വരും.
എന്റെ ദുബായിൽ നിന്നൊരു ഫ്രണ്ടാ. അവൻ വന്ന ദിവസം മാത്രമേ ഞാൻ പോയി കണ്ടുള്ളൂ, പിന്നെ ഞാൻ പോയി കണ്ടില്ല. പിന്നെ ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചു. ഊണ് കഴിക്കാറാകുമ്പോ വരത്തില്ല. പിന്നെ ഉറപ്പായിട്ടും വരും ഞങ്ങള്. ആ ഓക്കെ. ഏട്ടാ എനിക്ക് ഇവനെ ചെറിയ സംശയമുണ്ടേ. മറ്റേത് മണം. പോടി അവൻ അങ്ങനെ ചെയ്യില്ല. അവൻ വളരെ അടുക്കും ചിട്ടയോടെ വളർന്ന പയ്യനാണ്. പിന്നെ ചെറിയ പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. അല്ല ഇതൊന്നും ചെയ്യുന്നില്ല. ഈ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ഇപ്പൊ ഈ ശീലമൊക്കെ ഉണ്ട്. എനിക്ക് നമ്മൾ നേരത്തെ കാണണ്ടേ? ഇതുവരെ കണ്ടില്ലല്ലോ, ഇതൊരു മണമില്ലായിരുന്നല്ലോ. രഹസ്യമായിട്ടായിരിക്കും. ലില്ലിപ്പണ്ടേ അച്ഛാ ഇവിടെ എന്തെങ്കിലും മണം കിട്ടുന്നുണ്ടോ നോക്കിയൊക്കെ. കിട്ടുന്നുണ്ട്. കണ്ട ഞാൻ പറഞ്ഞില്ലേ. നല്ല കിഴങ്ങരുടെ മണം കിട്ടുന്നുണ്ട്. ഓ എന്ത് നല്ല ആളെടുത്ത് തിരിച്ചു. നിനക്ക് എന്തടി? എന്ത് കാര്യം? കിഴങ്ങറിയല്ല ഇവിടെ പറയുന്നത് വെച്ചാൽ ഇവിടെ സിഗരറ്റിന്റെ മണം ഉണ്ടെന്നുണ്ടാ. ആ ചെറുതായിട്ട് മണം കിട്ടുന്നുണ്ട്. ഉണ്ട് സിഗരറ്റിന്റെ മണമുണ്ട്. എനിക്ക് കിട്ടുന്നില്ലല്ലോ. മൂക്കട പാറിക്കും ഏട്ടന് കിട്ടൂല. മണമുണ്ട്, സിഗരറ്റിന്റെ മണമുണ്ട്. നല്ല പോലെ കിട്ടി. എനിക്ക് തോന്നണത് ജിത്ത് വലിക്കണെന്നാ. എന്തോ ഒരു മണ്ടത്തരം ലില്ലിപ്പണ്ണെ പറയുന്നത്. എന്ത് അവൻ ഇത്തിരി എടുത്തുകാട്ടവും ഡാൻസ് കളിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അവൻ അങ്ങനെയുള്ള പണിയൊന്നും കാണിക്കത്തില്ല. തോന്നുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ലെന്നേ. ചുമ്മാ അതല്ല ഇത് എവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നണേ. എനിക്ക് തോന്നിയില്ല ഇതുവരെ. സത്യം പറയാമല്ലോ. നീ മച്ചമ്പിക്കും കാണാൻ കയ്യബത്തം. കയ്യബത്തോ? ഇത് കൊലപാതകമാടാ. അല്ല അറിയാതെ ഇത് വലിച്ച ശരീരത്തിന് ദോഷമുള്ളതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ചെയ്താ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ കുഴപ്പം? മച്ചമ്പി ഉപയോഗിക്കത്തില്ല. ചന്തയിലോട്ട് വല്ലതും പോണണ്ടാ? പോണെങ്കിപ്പോ കുറച്ച് മീൻ വാങ്ങിക്കണായിരുന്നു. ഈ പെട്ടെന്ന് പൈസ സഞ്ചി എടുത്തോട്ടോ ടക്കനെ പോയിട്ട് ടക്കനെ വരാം. നീ അലീര കടയിൽ മേടിച്ചാൽ എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ പോയാനെ. ഓറഞ്ച് പോലെ പഴുത്ത മീനെ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഹൈദ്രോസിനാണ് പടക്കുന്നത് മീൻ പടക്കുന്നത്. നീ അവൻ്റെ ഓറഞ്ച് ഇപ്പോഴും വിട്ടില്ലല്ലേ? മണമുണ്ടോ സിഗരറ്റില്ലേ? എന്തോ ചോദിക്കാൻ വന്നതാണല്ലോ. എന്തുവാണ് എടുക്കുന്നത്? ആകെ ഒരു ഇച്ചിരി കോളമേ ഉള്ളൂ. ഇവിടെ എല്ലാ പച്ചക്കറിയും തീർന്നു. ആണോ? നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണ്? ഞാൻ ഇതെല്ലാം കൂടെ വെട്ടിക്കൂട്ടിട്ടൊരു അവിയല്. അവനെവിടെ പോയതാടി? ആരാ? ജിത്തു. ആ ഏതോ ഒരു കൂട്ടുകാരനെ കാണാൻ പോയെന്ന് പറഞ്ഞു പോകുന്നു. ചേച്ചി എനിക്ക് തോന്നുന്നു അവൻ അത്ര ആള് ശരിയല്ല. ജിത്തു. ഏയ് പാവം വെച്ച് ഒരു കുഴപ്പമില്ല അവന്. എടി അങ്ങനെ കുഴപ്പക്കാരനാണെങ്കിൽ കനകൻ ഇവിടെ നിൽക്കുക. പണ്ടേ ഓടിക്കൂലേ. അതില്ല. നീ ചോദിച്ചത് എന്താന്ന് മനസ്സിലായി. കനകൻ എന്നോട് പറഞ്ഞായിരുന്നു. ചേച്ചി സത്യമായിട്ട് എനിക്ക് മണം കിട്ടി ചേച്ചി സിഗരറ്റിന്റെ. ഇടി നിനക്ക് തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ വഴി കൂടി ആരെങ്കിലും സിഗരറ്റ് വലിച്ച് പോയായിരിക്കും. വഴി കൂടിയൊക്കെ സിഗരറ്റ് വലിച്ച് ഭയങ്കര മണമല്ലേ അല്ലെങ്കിലും. എന്താണാവോ ആർക്കറിയാം. ലില്ലിപ്പണ്ണേ കിട്ടിയാ? മീൻ മേടിക്കാൻ വിട്ടിരിക്കുന്നു. അരിയണത് 2 കിലോ ചിക്കൻ കിട്ടിയാനെ. ആരുടെ വാങ്ങിച്ചത്? ഹൈദ്രോസിനോട് ആണോ? പച്ചയാണോ നോക്കട്ടെ. എന്ത് മീനായില്ലേ? തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ മതി. 2 എത്ര രൂപയായി? ഒരെണ്ണം കൂടെ ഉണ്ട്. അതിന് എടുത്തേച്ചി. 3 എണ്ണം 150 രൂപ. ഒരയിലേക്ക് 50 രൂപ. ആണോ? ചേച്ചിക്ക് വല്ലതും കിട്ടിയാ? ഞാൻ കമ്മിയൊന്നും മേടിച്ചില്ല. സാമ്പാർ വെച്ചതാ. ആണോ? അന്ന് ഇതിൻ്റെ അകത്ത് ഒരെണ്ണം കൊണ്ടുപോയിക്കോ. പിന്നെ എനിക്കിനി വയ്യ. നീ അത് വെട്ടി. ഞാൻ മുട്ട വറുക്കാൻ പോണ. നമുക്ക് മുട്ട വറുത്തതും പപ്പടം കാച്ചിയതും സാമ്പാറും തോരനും ചോറും അടിപൊളി. ഇല്ലേ ഇടീ തുണിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ അലക്കി വെച്ചിരുന്നത് എടുത്ത് വിരിക്കുക. ഒന്ന് ചെല്ലും. എന്നെയല്ല ലില്ലിപ്പണിനെ വിളിച്ചേ. നിങ്ങൾ എന്നില്ല എന്നെ കാണുമ്പോൾ പുള്ളി കൊടുക്കണം തയ്ക്കും. ഒന്ന് ചെല്ല അങ്ങോട്ട്. ചെല്ലടാ. അതെ ഞാൻ മീശയുള്ള ഒരാളാണെന്ന് പല സമയങ്ങളിൽ നിങ്ങൾ മറക്കുന്നു. അത് ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് മറന്നോളാം കേട്ടോ. പാവം എന്ത് പറഞ്ഞാലും ചെയ്തു തരും ചേച്ചി. ഞാൻ പോട്ടെ. നീ വേണ്ടല്ല. വേണ്ട. ഇല്ല സാർ, അത് നമ്മുടെ രജിത് മോഹൻല്ലേ ഡയറക്ടർ, അദ്ദേഹം ചെയ്ത ഒരു സംഭവം അത്. മറ്റേ ഗംഗാരൻ സാറിൻ്റെ മകൾ ഷിബോളിനാണ് ഡാൻസ് ചെയ്യിക്കുന്നത്. എല്ലാവരും നല്ല കളറായിട്ടുണ്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അത്. നമ്മളത് പറഞ്ഞു, നമ്മുടെ അസോസിയേഷൻ അത് അവതരിപ്പിക്കാൻ പറ്റുന്ന കാര്യമുള്ളത്. ഇല്ല ഞാൻ തിരക്കല്ല, ഞാൻ വിളിക്കാം സാർ. ഓക്കെ. എന്തിനേ? ഞാൻ രാവിലെ സിഗരറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയില്ലേ? കള്ളം കപ്പലിൽ തന്നെ ജിത്തുവിന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ.
അവൻ്റെ മുറി ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല എനിക്ക് അവനെ സംശയമുണ്ടെന്ന്. ഏട്ടൻ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ചില്ല ഇപ്പം അവൻ്റെ മുറിയിൽ നിന്ന് കണ്ടാണെങ്കിൽ അപ്പോൾ അവനോട് ചോദിക്കാം നമുക്കത്. ആ ചോദിക്കാൻ മാത്രമല്ല അവൻ്റെ വീട്ടിലും കൂടെ അറിയിക്കണം. ഇവിടെ വന്നിട്ട് വഷളായി പോയെന്ന് ആരും പറയരുത്. നോക്കണ്ട, ചോദിക്കണം. വന്ന കണ്ട ഇത് കണ്ടു. നിന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ എനിക്ക്. ഇതിനെപ്പറ്റി നിനക്ക് വല്ലതും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത് എന്റെ ഒന്നും അല്ല. അത് തപ്പണ നോക്കവൻ തപ്പണതാ. ഞാൻ ഇന്ന് വരെ വലിക്കാറില്ല. അങ്ങനെ ഇന്ന് വരെ വലിക്കാൻ പിന്നെ നിന്റെ മുറി കിടന്ന് എങ്ങനെ കിട്ടിയത്? എനിക്കറിയില്ല. ഒന്നും അല്ല ഏട്ടാ, ഇവന്റെ വീട്ടിലറിയിക്കണം. എന്ത് എന്ത്? അയ്യോ അല്ല, അത് കാരണം ഇവിടെ വന്ന് നിന്നിട്ട് നിനക്ക് ഇല്ലാത്ത ശീലങ്ങൾ ഇവിടെ വന്നിട്ട് തുടങ്ങിയാൽ നമ്മളവിടെ ബാധിക്കൂലേ? അപ്പം അച്ഛനെ വിളിച്ചാൽ പറഞ്ഞേക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ അച്ഛനെ വിളിച്ച് പറയല്ലേ. കണ്ട അവൻ പേടിക്കുന്ന കണ്ട. പേടിക്കണ ഇല്ലാത്ത കാര്യം അച്ഛനെ വിളിച്ചു പറഞ്ഞു പിന്നെ വിഷമാവത്തില്ലേ? ഒന്നുമല്ല, നീ തന്നെ വലിച്ചതായത്. ഞാൻ തന്നെ വലിച്ചത്. സത്യമായിട്ട് ഞാൻ വലിച്ചൊന്നല്ല. ഇവിടെ നിങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ള ആണായിട്ട്. ഏട്ടൻ വലിക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ നീ തന്നെയാ വലിച്ചത്. ഞാൻ വലിക്കത്തില്ല, എനിക്കറിയാം. ഞാൻ അതുകൊണ്ടല്ലേ പറയാം, ഞാൻ വലിക്കത്തില്ല. രാവിലെ ഞാൻ സിഗരറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടും കൂടെ എന്നെ കളിയാക്കിയില്ലേ? ദൈവന്റെ മുറി കിടന്ന് കിട്ടിയതാ. നോക്ക്. ഞാനില്ല, ഞാൻ വലിക്കാറില്ല അങ്ങനെ. നിന്നെ കുറിച്ച് ഇങ്ങനൊന്നും നമ്മൾ കരുതിയില്ല. എന്ത് ചുമ്മാ ഇല്ലാത്ത പറയരുത് കേട്ടാ റോണ ബ്രോ. ഇല്ലാത്തൊന്നുമല്ല, ഞാൻ പറഞ്ഞു അവന്റെ വീട്ടിൽ പറയാം. എന്ത് ചുമ്മാ വീട്ടിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ അനാവശ്യം ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞങ്ങള് ഞാൻ വലിച്ചോന്നല്ലത്. കുഴപ്പമില്ല, നീ പറയണ്ട. അവൻ്റെ അച്ഛൻ വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞോളൂ കാര്യം. അതെ, ഞങ്ങളെ ഒന്നും വിളിച്ചു പറയില്ല. ഞാൻ നിരപരാധിയാണ് അങ്ങളെ. ഇല്ല എന്റെ ഒന്നും പറയാൻ ഞാൻ പറയത്തില്ല. ഈ ശീലമൊക്കെ പിള്ളേർക്ക് നല്ലതല്ല. ഞാൻ മരിച്ചില്ലെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ ശീലം എന്ന് പറയുന്നത്? കനകമ്മച്ചമ്പി ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. വിളിച്ച് കൃത്യമായിട്ട് ഞാനില്ലെന്ന്. കമോൺ, എനിക്ക് നിന്റെ റൂം സെർച്ച് ചെയ്യണം. റൂം പരിശോധിക്കണം. ഇപ്പഴാ? കനകമ്മച്ചമ്പി ആകെ കലിപ്പിലാണ് ഇവിടുന്ന് പോയേക്കുന്നത്. ആ രീതി വെച്ച് നോക്കുവാണെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ചു പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്റെ അച്ഛനെങ്ങാനും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ കെട്ടി തൂക്കിയിട്ട് തോലിരിക്കും, ഉറപ്പാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ പുക എടുത്തില്ല എന്നുള്ള കാര്യമുള്ളൂ. ഞാൻ പിന്നെ ഇത്ര നേരം എന്തുവാ പറഞ്ഞേ? ആര്? അച്ഛൻ വിളിക്കണ്. എടുക്കണ്ട എടുക്കണ്ട. എടുത്തില്ലെങ്കിൽ അതിലും പ്രശ്നമാണ്. നേരിട്ട് വന്ന് തന്നെ അടിക്കും. നീ തെറ്റ് ചെയ്തിട്ടില്ല. ഇത്ര അച്ഛനെ കനകമ്മച്ചമ്മയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല. കനകങ്ങളുടെ വാക്കാണ് വാക്ക്. എന്റെ വാക്കിനൊന്നും ഒരു വിലയില്ല. ഇപ്പൊ സീനാകും. അതുകൊണ്ട് പിന്നെയും വിളിക്കണ അച്ഛൻ. എടുക്കരുത്. എടുത്താൽ അത് കലിപ്പിന് സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? റൂമിൽ നിന്ന് സിഗരറ്റിന്റെ കുറ്റി എവിഡൻസ് ആയിട്ട് കിട്ടിയ സ്ഥിതിക്ക് വാദിഭാഗം ശക്തമാണ്. പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ ആലോചിക്കേണ്ടിയിരിക്കും. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ് സഹായിച്ചാ ബ്രോ. ഉദവിക്കുദവി. അതായത് ഞാൻ പൊതുവേ സമൂഹത്തിലൊരു മാന്യത ഉള്ളവനായതുകൊണ്ട് ഇമാതിരി ചീള് കേസിനകത്ത് ഞാൻ ഇടപെടാറില്ല. പക്ഷേ ജിത്തുമോൻ ഇങ്ങനെ ഒരു ആപത്ഘട്ടം വരുമ്പോൾ എനിക്ക് ഒഴിയാനും പറ്റത്തില്ല. ഞാനും അതിലും വലിയ മാന്യന. ഇപ്പം എൻ്റെ റൂമിൽ നിന്ന് കിട്ടിയ അസിഗരറ്റിൻ്റെ കുറ്റിയും പിന്നെ കനകരങ്ങളുടെ വാക്കുമാണ് ഇവിടുത്തെ എൻ്റെ പ്രശ്നം. അത് ഇനി എങ്ങനെയെങ്കിലും നൂരിത്താ പ്ലീസ്, എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് തരൂ. ഇച്ചിരി പൈസ കൊടുക്കാൻ പറ്റുമോ? അതായത് ബാബുവിൻ്റെ കടയിൽ പോയി ഞാൻ തൊടുന്ന സാധനം ഞാൻ എടുത്ത് കഴിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ വഴി പറഞ്ഞു തരാൻ പറ്റും. അത് സെറ്റാക്കാം. വഴിയൊന്ന് പറഞ്ഞാ. ജിത്തുമോൻ്റെ അച്ഛൻ ഇവിടെ വരുമ്പം ജിത്തുമോ ഇവിടെ നിന്ന് 2 ദിവസത്തേക്ക് അങ്ങോട്ടേക്ക് മാറിക്കണം. മാറിയിരിക്കണോ? ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ടെങ്ങാനും വന്നു കഴിഞ്ഞാൽ കൈവെക്കാൻ ചാൻസ്. ഞാൻ സോൾവ് ചെയ്തോളാം. അത് പറഞ്ഞാൽ ചിലപ്പോൾ കൈയടക്കം വെക്കാൻ ചാൻസ് ഉണ്ട്. അത് ജിത്തുമോൻ എനിക്ക് പഠിച്ചിരുന്ന പലഹാരത്തിന് രുചി ഓർത്ത് വേണേൽ 2 അടിയോ തെറിയോ കൊള്ളാം. അത് കുഴപ്പമില്ല. കാര്യം ജിത്തുമോന് വേണ്ടിയിട്ടാണ്. എന്ത് പറയുന്നു? ആറി തണുത്തിട്ടോ റീ എൻട്രി. സത്യാവസ്ഥ പുറത്ത് വന്നിട്ട് ഇറങ്ങാല്ലേ? അതെ, അതിനുകൊണ്ട് ഇവരെ ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്യാം. എന്നാ അങ്ങനെ ചെയ്യാല്ലേ? ഇതൊക്കെ പറഞ്ഞാലും നീ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എത്ര നേരം ഇത്? വാ. എന്തൊരു ചെറുക്കണത്. നീ ഇതെവിടെ പോണു? ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോണു. ഓ, പിടുത്തം വേണം നടന്നപ്പോ പോവാണോ? അല്ല, ഞാനേ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ. അവൻ്റെ പാരൻസ് ഒക്കെ അമേരിക്കയിൽ പോയി. അപ്പൊ 2 ദിവസം അവിടെ പോയി നിൽക്കാന്ന് വിചാരിച്ചു. അവന് കമ്പനിയും കൊടുത്ത്. പോണേ കൊള്ളാം, കയ്യിരിപ്പാനായിരിക്കണം. ബാഗൊക്കെ തൂക്കി അവൻ പോണെന്ന്. 2 ദിവസം കഴിയുമ്പോ വരാന്ന് ഏതോ കൂട്ടുകാരന്റെ വീട്ടില്. നീ എന്തേ നോക്കുന്ന? എന്റെ ചെരുപ്പ് നോക്കുക, കാണുന്നില്ല. പുറകു വശത്ത് കിടപ്പുണ്ട്.
അവിടെ അവിടെ ഒന്നോർത്ത പോണതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമുക്കായിരിക്കും വഴി. അതെ, ഇവിടെ നോക്കാഞ്ഞിട്ടാന്ന് പറയും ചിലപ്പോ. അതെ. ഇങ്ങനെയാണല്ലേ. മതി, കള്ളം കപ്പലിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതായിരുന്നു തന്നെ. നമ്മൾ ഒന്ന് നിയന്ത്രിക്കണം. ചെരുപ്പ് കിട്ടിയില്ലേ? അവിടെ കിടപ്പുണ്ടായിരുന്നോടാ. ഞാൻ കണ്ടു. നീ പോണില്ലേ? എന്താ അമേരിക്കക്കാരനാ ആരാ മോനാ കമ്പനിയാ എന്താ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്? ഞാൻ എന്തിനു പോണം? ഇനിയിപ്പോ പോകേണ്ട ആവശ്യമുണ്ട് തോന്നുന്നു. അല്ലേ പോണെന്ന് പറഞ്ഞത്? ഇല്ല, പോകേണ്ട ആവശ്യമില്ല. പോണ്ട ആവശ്യമില്ല. മര്യാദക്കൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എവിടെയും പോണ്ട. അതെ. അല്ല, അത് ആരെ മര്യാദക്ക് നടക്കണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്ത് കാര്യം? അല്ല, നിങ്ങൾ ഒരു സാധനം കാണിക്കാറുണ്ട്, നിങ്ങൾ എല്ലാവരും കാണിക്കാറുണ്ട്. ആന്റി ബാ 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 ബാ. എന്താടാ? കാണിച്ചു തരാം. ബാ ആന്റി. കാണും, കൺകുളിർക്ക് കാണും. ബാ, ബാ, പെട്ടെന്ന് പെട്ടെന്ന്. എന്ത്? ബാ, ഒരു അടിപൊളി വീഡിയോ. ആഹാ. ഒരു രാജമണി. ഇതോടെ പോന്ന് അവൻ പളനിക്ക് പോണ്ട മുടി മുട്ടടിക്കാനായിട്ട്. ആണോ? ഞാനോ കേട്ടോ. എന്നോട് ആരാ കൂട്ടി? റീൽസാ? നല്ല നല്ല അടിപൊളി റീൽസ്. തലേന്ന് പോകാറുന്ന റീല്. ഞാനുള്ള നീ പറ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നീ ഇനി ഒന്നും പറയില്ല. അല്ല, ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ എത്ര പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ കാര്യം പിടി കിട്ടിയില്ലേ? ഇങ്ങനെയുണ്ട്. നീയൊക്കെ കിടന്ന് ചാടിയപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ അവൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞ അവസ്ഥ ചോദിക്കണം. അപ്പൊ അങ്കിൾ അച്ഛനെ വിളിച്ച് പറഞ്ഞില്ലേ? ഇല്ല. അപ്പൊ അച്ഛൻ എന്നെ എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? വേറെ എല്ലാം പറയാനായിരിക്കും. ഈ പന്നച്ചെറുക്കന് എന്താ ചെയ്യേണ്ടത്? ഇവന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടണത്? അത് ഈ സിഗരറ്റിന്റെ കാര്യം എല്ലാവരും പറഞ്ഞപ്പോ പെട്ടെന്നൊരു കൊതി തോന്നി. അങ്ങനെ സാമ്പിള് 2. ആഹാ, ഞാൻ നേരത്തെ പുറത്തു പോയിരിക്കും, അപ്പൊ മൊബൈൽ എടുത്തില്ല. അത് ഞാൻ കോൾ കണ്ടില്ല അച്ഛാ. ഓ, പറഞ്ഞോ. ഒരു സാധനം കൊടുക്കരുത്. ആ, ഓക്കെ 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 ഓക്കെ. താങ്ക് യു അച്ഛാ, താങ്ക് യു. ആ, ഓക്കെ. എന്താടാ? അല്ല, വേറൊന്നല്ല, ഞാൻ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇന്റർവ്യൂ കാർഡ് വീട്ടിൽ വന്നു. അത് പറയാൻ വേണ്ടി അച്ഛൻ. അടിപൊളി, നല്ല കാര്യം. താങ്ക് യു. ബാഗ് കൊണ്ട് അകത്തോണ്ട് വെക്ക്. അവൻ ഡീസന്റ് പയ്യനല്ലേ, ശ്രദ്ധിക്കേണ്ട വേറെ ആൾക്കാരൊക്കെ. നീ വേണം. അപ്പൊ എനിക്ക് കിട്ടിയ സിഗരറ്റ് കുറ്റി അച്ഛൻ വലിച്ചാണല്ലേ? ഞാൻ ജിത്തുമോനെ കാണാൻ റൂമിൽ പോയപ്പോ അറിയാതെ കാണാം. അയ്യോ, ക്ലീറ്റ ഇങ്ങ് വരട്ടെ. മച്ചമ്പിയുടെ ഗുണവധികാരം ഞാൻ പറഞ്ഞു കൊടുക്കണ്ട്. നീ കാരണം ആ ചെറുക്കനും കൂടി കള്ളനായില്ലേ? ഞാൻ റോസ് സ്റ്റേഷനെ വിളിച്ചും പറയുന്നുണ്ട്. വാ നീ, നിനക്ക് ഞാൻ നല്ലോണം അടയും ചക്കരയൊക്കെ ഉണ്ടാക്കി തരാം ഞാൻ. പൊന്നു ബ്രോ, നിങ്ങൾ എന്നെ കൂടി കുഴപ്പത്തിലാക്കുമല്ല. ഈ പുക വലിയ ഹാനികരമാണെന്ന് അറിയില്ലേ? ഇനി പലഹാരം ഇല്ല, ഒരു ഇതുമില്ല. അവിടെ രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി വിടാൻ നിക്കല്ലേ. എങ്ങനെ 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 എങ്ങനെ? നീ ഞാൻ പുക വലിക്കുന്ന വീഡിയോ എടുത്തോണ്ട് കാണിച്ചല്ലോ. കാണിച്ചു. ഞാൻ വലിച്ചത് ഫോറിൻ സിഗരറ്റാ. ആ സിഗരറ്റ് എനിക്ക് എവിടുന്ന് കിട്ടിയെന്നറിയോ? എവിടുന്ന്? നിന്റെ മുറിയിന്ന്. പറയണ നീ പലഹാരം മേടിച്ച് എനിക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുറ്റമായിട്ട് മന്ദബുദ്ധിയുടെ കൂട്ടി നിന്നത്. അല്ലെങ്കിൽ തെളിവ് തരാൻ നികത്തി അങ്ങോട്ട് വാദിക്കാൻ എനിക്കറിയാം. ഞാൻ ജഡ്ജി ആവും. ജഡ്ജി വിളിക്കണം. അല്ല, എന്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്ന സിഗരറ്റാ. അപ്പൊ ഞാനൊന്ന് ഇന്നലെ ട്രൈ ചെയ്ത് നോക്കിയതാ. കുറ്റികളെ മറന്നു. എന്താ പലഹാരത്തിനൊപ്പം 2 അവർ അരിയുടെയും കൂടി മേടിച്ചു തരാം. പ്രശ്നം തീർന്നല്ല? തീർന്നു. പ്രശ്നം തീർന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതവനാണെന്ന് ഈ അരിയുണ്ട കണ്ടുപിടിച്ചത്? ഒരരിയുണ്ട കഴിക്കാൻ വേണ്ടി എന്തെല്ലാം കുറ്റങ്ങൾ ഏക്കണം, എന്തെല്ലാം കുറ്റങ്ങൾ ഒഴിയണം. പൊന്നരിയുണ്ട്, നീ എൻ്റെ ജീവിതം കട്ടപ്പോയാകും. അയ്യോ.